പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കഴിഞ്ഞു. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ പിന്നീട് ഒരു സെഷൻ വേണമെങ്കിൽ അതിന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അവസാനത്തെ C++ ക്ലാസ്സിൽ പറഞ്ഞത് അറേയ്സ് എന്ന ചാപ്റ്ററാണ്. അറേയ്സിൽ ഒരു ക്യാരക്ടർ അറേയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് പറഞ്ഞത്. സ്ട്രിങ് ഡാറ്റ, പേര്, അഡ്രസ്സ് തുടങ്ങിയ സ്ട്രിങ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ട്രിങ് ഡാറ്റയെ ക്യാരക്ടർ അറേ ഉപയോഗിച്ചാണ് C++ൽ സൂക്ഷിക്കുന്നതെന്നും ആ ക്യാരക്ടർ അറേ എങ്ങനെ ഒരു ക്യാരക്ടർ അറേയിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ, ഒരു സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് സാധാരണ ക്യാരക്ടർ അറേയിൽ നിന്നും വരുന്നതെന്നും പറഞ്ഞു. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മെമ്മറി അലൊക്കേഷൻ ഫോർ സ്ട്രിങ്സ്, അവിടെയാണ് അവസാനം പറഞ്ഞത്. ഒരു സ്ട്രിങ്ങിന് ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ക്യാരക്ടർ അറേയിലെ അവസാനത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് /0 ആയിരിക്കും. ഇതൊരു സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നോക്കുക നിങ്ങൾ, രാജു എന്നൊരു സ്ട്രിങ്, ഇതിപ്പോൾ ഒരു സ്ട്രിങ് ആണ്, ഡബിൾ കൊട്ടേഷനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇത് നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ രാജുവിൽ 4 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ ശരിക്കും 4 സൈസുള്ള ഒരു അറേ മതി, ക്യാരക്ടർ അറേയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാരക്ടർ അറേയുടെ മറ്റൊരു ഉപയോഗമാണ് കണ്ടത്. അതായത് C++ൽ സ്ട്രിങ് രൂപത്തിലുള്ള ഡാറ്റയെ ഇൻപുട്ടായിട്ട് എടുക്കാനും അത് സൂക്ഷിച്ചു വയ്ക്കാനും ക്യാരക്ടർ അറേ ആണ് ഉപയോഗിക്കുന്നത്. മറ്റ് അറേകളിൽ നിന്നും ക്യാരക്ടർ അറേക്കുള്ള ഒരു വ്യത്യാസവും അതാണ്. ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ സ്ട്രിങ് ഡാറ്റ. സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് മറ്റ് ഡാറ്റ ടൈപ്പുകളൊന്നും C++ ഇല്ല. ഉള്ള ഒരേ ഒരു വഴി ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുക, ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 2 തരത്തിൽ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യാം. ഒന്നുകിൽ ആ സ്ട്രിങ് നേരിട്ട് ക്യാരക്ടർ അറേയിലേക്ക് ഇപ്രകാരം ഇനീഷ്യലൈസ് ചെയ്യാം. ഇവിടെ നെയിം എന്ന് പറയുന്ന 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ പേര് നെയിം, അതിലേക്ക് രാജു എന്ന സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക. നെയിം എന്ന അറേ രാജു എന്ന സ്ട്രിങ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നത് കാണുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ 5 സൈസ് എന്തിനാണ്? 4 ലെറ്ററേ ഇതിലുള്ളൂ, 4 ക്യാരക്ടറേ രാജു എന്ന സ്ട്രിങ്ങിലുള്ളൂ. പിന്നെ എന്തിനാണ് 5 സൈസായിട്ട് കൊടുത്തിരിക്കുന്നത്? അവസാനം ഒരു /0, ഇതിനെ നൾ ക്യാരക്ടർ എന്ന് പറയും. C++ൽ ഒരു ക്യാരക്ടർ അറേയിൽ ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ അവസാനം അതിൻ്റെ എൻഡിനെ സൂചിപ്പിക്കാനായി നൾ ക്യാരക്ടർ അഥവാ /0 ചേർക്കുന്നു. ക്യാരക്ടർ അറേയുടെ അവസാനത്തെ എലമെൻ്റായി /0 ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ /0ക്ക് ഒരു ബൈറ്റ്, ഒരു ക്യാരക്ടറിന് ഒരു ബൈറ്റ്, അങ്ങനെ 4 ക്യാരക്ടറിന് രാജു എന്ന സ്ട്രിങ്ങിൽ ആ പേരിലുള്ള 4 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ് വേണം. അതിൻ്റെ കൂടെ അവസാനത്തെ ഈ നൾ ക്യാരക്ടർ /0 സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബൈറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് 5. ഇതാണ് ഇങ്ങനെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് ഇവിടെ നോക്കുക. അപ്പോൾ ഒരു ക്യാരക്ടർ അറേയിൽ നമുക്ക് മറ്റ് അറേകളെ പോലെ ഇൻറ്റീജർ അറേ, ഫ്ലോട്ട് അറേ, ഡബിൾ അറേ എന്നിവ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ക്യാരക്ടർ അറേയിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പേരിനെയോ മറ്റോ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം, ഡബിൾ കൊട്ടേഷനിൽ ഉള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളെ ഒരു സ്ട്രിങ് ആയിട്ടും സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഈ 2 രീതിയിലും ഒരു സ്ട്രിങ്, ഒരു അറേയിലേക്ക്, ഇവിടെ നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് ഒരു പേര്, ഒരു സ്ട്രിങ്, രോഹിത് എന്നുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ അറേയുടെ സൈസ് 7 ആണ്. രോഹിത്തിൽ ആകെ 6 അക്ഷരങ്ങളേ ഉള്ളൂ. രോഹിത് എന്ന ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ സ്ട്രിങ്ങിലെ ഒരു സ്ട്രിങ് ആണ് ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ അവസാനം /0 എന്ന് C++ ചേർക്കും. അതായത് അവസാനത്തെ അറേ എലമെൻ്റായിട്ട് ആ പേര് സ്റ്റോർ ചെയ്തിരിക്കുന്ന, സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേയുടെ അവസാനത്തെ എലമെൻ്റായിട്ട്, അതായത് സ്ട്രിങ്ങിലെ അവസാനത്തെ ലെറ്റർ അല്ലെങ്കിൽ ക്യാരക്ടർ കഴിഞ്ഞാൽ
ഒരു /0 അടുത്ത എലമെൻ്റായിട്ട് അറേയിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ ഇതേ നെയിം എന്ന അറേ വേറെ ഒരു ഇതേ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. നോക്കും, മറ്റൊരു രീതിയിൽ ഈ ക്യാരക്ടർ അറേയെ 6 വ്യത്യസ്ത ക്യാരക്ടറുകൾ ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്യും. ജീന എന്ന പേര് ഇതും ഒരു സ്ട്രിങ് ആണ്, പക്ഷേ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് നോക്കുക, ഈ രണ്ടും ക്യാരക്ടർ അറേയുടെ 2 തരത്തിലുള്ള ഇനീഷ്യലൈസേഷനുകളാണ്. ഇവിടെ ക്യാരക്ടർ അറേയിലേക്ക് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തു, ഇവിടെ ക്യാരക്ടർ അറേയിലേക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ക്യാരക്ടറുകളെയും, ആ സ്ട്രിങ്ങിൽ വരുന്ന ഓരോ ക്യാരക്ടറുകളെയും സെപ്പറേറ്റ് ആയി വെവ്വേറെ ആയിട്ട് ഓരോ ക്യാരക്ടറുകളായി തന്നെ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ /0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്യാർ നെയിം ഓഫ് 6 ഡബിൾ കൊട്ടേഷനിൽ ജീന എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആകെ ജീന എന്ന സ്ട്രിങ്ങിൽ 5 ലെറ്ററുകളാണുള്ളത്. അപ്പോൾ അറേയുടെ സൈസ് 5 ആകണമായിരുന്നു, പക്ഷേ 6 ആയത്. ഇതൊരു സ്ട്രിങ് ആണെങ്കിൽ, സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്ട്രിങ് അല്ല, ഇവിടെ ഒരു ക്യാരക്ടർ അറേ ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അറേ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നതും സാധാരണ ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന്. ക്യാരക്ടർ അറേ ആണെങ്കിൽ ഈ നെയിം ഓഫ് 5 എന്ന് കൊടുത്താൽ മതി. ശരിക്കും ഇവിടെ ഈ അറേയുടെ സൈസ് 5 എന്ന് മതി, ജീന എന്ന് മാത്രം സ്റ്റോർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ജീന എന്നുള്ളതിൻ്റെ കൂടെ /0 ചേർക്കുമ്പോൾ അത് 6, അതിൻ്റെ അറേയുടെ സൈസ് 6 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടറുകളുടെയും ഓരോ ക്യാരക്ടറുകളെയും ക്യാരക്ടർ അറേയുടെ അതാത് എലമെൻറ്റുകളായി ആദ്യം മുതൽ അവസാനം വരെയുള്ള എലമെൻറ്റുകളായിട്ട് സ്റ്റോർ ചെയ്യുകയും ഏറ്റവും അവസാനം അറേയുടെ ലാസ്റ്റ് എലമെൻ്റായിട്ട്, അവസാനത്തെ എലമെൻ്റായിട്ട് /0 എന്ന് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഒരു ക്യാരക്ടർ അറേ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്നതും സാധാരണ ഒരു ക്യാരക്ടർ അറേയിലേക്ക് കുറേ ക്യാരക്ടറുകൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം പറയാം. ഇന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓൺ സ്ട്രിങ്സ്. സ്ട്രിങ് ഡാറ്റയുടെ മുകളിൽ വിവിധ തരത്തിലുള്ള ഇൻപുട്ട്, എങ്ങനെ സ്ട്രിങ് ഡാറ്റ നമുക്ക് C++ പ്രോഗ്രാമിൽ ഇൻപുട്ടായിട്ട് എടുക്കാം, എങ്ങനെ സ്ട്രിങ് ഡാറ്റ ഔട്ട്പുട്ടായി കാണിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് പറയുന്നതിന് മുൻപ് ആദ്യം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ഇവിടെ ഒരു സ്ട്രിങ് ഇൻപുട്ടായിട്ട് എടുക്കാനും ഒരു പേര് ഇൻപുട്ടായി എടുക്കാനും ആ ഇൻപുട്ടായി എടുത്ത പേരിനെ ഹലോ ചേർത്ത്, ഹലോ പിന്നെ ആ ഇൻപുട്ട് എന്താണോ ഇൻപുട്ട് കൊടുത്തത് ആ ഇൻപുട്ട് ഡാറ്റ ഹലോൻ്റെ കൂടെ എഴുതി കാണിക്കാനുമാണ് ഈ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഔട്ട്പുട്ട് കാണിക്കാൻ cout എന്ന സ്റ്റേറ്റ്മെൻറ്റും cin ഇൻപുട്ട് എടുക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ നമ്മളൊരു ക്യാരക്ടർ അറേ, ദാറ്റ് ഈസ് മൈ നെയിം എന്ന് പറയുന്ന ഒരു അറേയുടെ സൈസ് 10 ആണ്. പരമാവധി 10 ലെറ്ററുള്ള 10 ക്യാരക്ടറുള്ള ഏതൊരു പേരും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അറേയാണ് my_name. ഈ my name എന്നുള്ളതിൽ നിങ്ങൾ ആദ്യം ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ എൻ്റർ യുവർ നെയിം എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരെന്താണോ അത് ടൈപ്പ് ചെയ്യുന്നു. ആ ടൈപ്പ് ചെയ്ത പേര് my_name എന്ന് പറയുന്ന 10 സൈസായിട്ടുള്ള അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞാണ്. പിന്നെ അടുത്തത് cout ആണ്, അതായത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ ഹലോ ഇതിൻ്റെ കൂടെ ഈ my name എന്ന് പറയുന്ന അറേയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് അത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ my name എന്നുള്ളത് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അത് my name എന്ന് പറയുന്ന അറേയിൽ ആ പേരിലെ എല്ലാ ലെറ്ററുകളും my name of 0 ആദ്യത്തെ പേരിലെ ആദ്യത്തെ അക്ഷരം, my name of 1 പേരിലെ രണ്ടാമത്തെ അക്ഷരം, അങ്ങനെ അവസാനത്തെ അക്ഷരം /0 എന്ന് ആഡ് ചെയ്യും. അവസാനത്തെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം കഴിഞ്ഞതിന് ശേഷം /0 ചേർത്ത് ആണ് ഈ അറേയിൽ സ്റ്റോർ ആവുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഈ പേര് ഇൻപുട്ടായി എടുത്തതിന് ശേഷം പിന്നെ ഔട്ട്പുട്ടായിട്ട് വീണ്ടും കാണിക്കുന്നു ഹലോ, നിങ്ങൾ എന്താണോ ഇൻപുട്ടായി കൊടുത്ത പേര് ആ പേര് കാണിക്കും. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ വർക്ക്. ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇവിടെ ഈ അറേയുടെ സൈസ് 20 ആക്കുക, ഇരട്ടിയാക്കുക. അതുപോലെ തന്നെ ബാക്കി മാറ്റങ്ങളൊന്നും വരുത്താൻ ഉപയോഗിക്കാം. അപ്പോൾ my name എന്ന അറേയുടെ സൈസ് 10 നിന്ന് ഈ പ്രോഗ്രാമിൽ ചെറിയ മാറ്റം വരുത്തുന്നു. my name എന്ന അറേയുടെ സൈസ്, ഈ അറേ ഡിക്ലറേഷൻ്റെ അറേയുടെ സൈസ് 10 പകരം 20 ആക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ പ്രോഗ്രാം ഇതുപോലെ ബാക്കി മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ my name 10 എന്നുള്ളത് 20 എന്നാക്കുന്നു. എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഇതിൽ
മൈ നെയിം എന്ന് പറയുന്ന അറയിൽ 10 ലെറ്ററുള്ള 10 അക്ഷരങ്ങളുള്ള വാക്കുകൾ അല്ലെങ്കിൽ പേരുകൾ മാത്രമേ, സ്ട്രിങ്ങുകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ സ്ട്രിങ്ങുകൾ, കൂടുതൽ അക്ഷരങ്ങളുള്ള, കൂടുതൽ ലെറ്ററുകളുള്ള സൈസ് കൂടിയ സ്ട്രിങ്ങുകൾ, സൈസ് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത് അതിലുള്ള ലെറ്ററുകളുടെ എണ്ണമാണ്, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ വലിയ പേരുകൾ, കൂടുതൽ അക്ഷരങ്ങളുള്ള പേരുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ അറേ ഡിക്ലറേഷൻ്റെ, ഈ മൈ നെയിം എന്ന അറേയുടെ ഡിക്ലറേഷനിൽ ഒരു ചെറിയ മാറ്റം വരുന്നു. അതിൻ്റെ സൈസ് 20 ആയിട്ട് ഉയർത്തുന്നു. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. സി ഔട്ട് എൻ്റർ യുവർ നെയിം, സി മൈ നെയിം, സി ഔട്ട് ഹലോ മൈ അണ്ടർസ്കോർ നെയിം, റിട്ടേൺ 0. ഈ പ്രോഗ്രാമിലെ അറേയുടെ സൈസിൽ ചെറിയ മാറ്റം മാത്രമാണ് ഇപ്പോൾ വരുത്തിയത്. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ നിക്കേത് എന്ന് എൻ്റർ യുവർ നെയിം എന്ന് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം സ്ക്രീനിൽ എൻ്റർ യുവർ നെയിം എന്നുള്ള മെസ്സേജ് കാണും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യും. ഇവിടെ ഒരു പേര് നിക്കേത് എന്ന് കൊടുത്തു. അപ്പോൾ ഹലോ നിക്കേത് നിങ്ങൾ കൊടുത്ത പേരിൻ്റെ കൂടെ മുൻപായിട്ട് ഹലോ എന്ന് സ്ട്രിങ് ആഡ് ചെയ്ത് വരും. ഹലോ, പിന്നെ നിങ്ങൾ എന്ത് പേരാണ് കൊടുത്തത്, എന്ത് ഇൻപുട്ടാണ് കൊടുത്തത്, ഇങ്ങനെ കണ്ടു. ഇനി ഈ പ്രോഗ്രാം നമ്മൾ ഈ അറേയുടെ സൈസ് 20 ആക്കിയതിന് ശേഷം വീണ്ടും റൺ ചെയ്യും. ഇത്തവണ കൊടുക്കുന്ന പേര് ഒരു സ്പേസ് വരുന്ന പേരാണ്. എനിക്ക് ഏതുപോലുള്ള ഒരു പേരല്ല. ഞാൻ ഇത്തവണ എൻ്റർ യുവർ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് 20 ആക്കിയതിന് ശേഷം മറ്റു മാറ്റങ്ങളൊന്നും പ്രോഗ്രാമിൽ വരുത്താതെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ പുതിയൊരു പേര് കൊടുക്കുകയാണ്, കുറച്ചുകൂടി വലിയൊരു പേര്, മായ മോഹൻ എന്ന പേര് കൊടുക്കുന്നു. എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ മായ സ്പേസ് ഇട്ടിട്ട് മോഹൻ, ഇത്തരത്തിൽ സ്പേസ് ഉള്ള പേരുകൾ വരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യത്യസ്തമാകും. അതെന്താണെന്ന് അതിനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ മായ സ്പേസ് മോഹൻ എന്ന പേര് കൊടുത്തു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ സ്പേസുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്താലാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചെറിയ സ്പേസ് ഇല്ലാത്ത പേരുകൾ കൊടുത്താൽ ഒരു മാറ്റവും കാണാൻ കഴിയും. അപ്പോൾ പ്രോഗ്രാം കാണിക്കുന്നത് എൻ്റർ യുവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത പേര് മായ സ്പേസ് മോഹൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ഹലോ മായ മോഹൻ, മായ സ്പേസ് മോഹൻ എന്നാണ്. പക്ഷേ ഇവിടെ ഹലോ മായ എന്ന് മാത്രമേ വരുന്നുള്ളൂ. മോഹൻ സ്പേസും അതിനുശേഷം വരുന്ന സ്ട്രിങ്ങും, ദാറ്റ് ഈസ് മോഹൻ എന്നുള്ള ആ സബ് സ്ട്രിങ്ങും ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമ്മളിവിടെ ഇൻപുട്ട് എടുക്കാൻ ഉപയോഗിച്ചത് CIN എന്ന ഒബ്ജക്റ്റാണ്. CIN എന്ന ഐഡൻറ്റിഫയറാണ്. എല്ലാ C++ പ്രോഗ്രാമിലും നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ പ്രോഗ്രാമുകളിലും ഇൻപുട്ട് എടുക്കാൻ നമ്മൾ CIN എന്ന ഒബ്ജക്റ്റാണ് ഉപയോഗിച്ചത്. CIN എന്ന ഐഡൻറ്റിഫയറാണ് ഉപയോഗിച്ചത്. സീൻ്റെ കൂടെ ഇൻപുട്ട് ഓപ്പറേറ്ററും പിന്നെ ഏത് വാരിയബിളിലേക്ക് അല്ലെങ്കിൽ അറയിലേക്കാണോ ഇൻപുട്ട് സ്റ്റോർ ചെയ്യേണ്ടത് അറയുടെ പേരും കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ എടുക്കുന്ന ഇൻപുട്ട് ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്ന മൈ നെയിം എന്ന സൈസ് 20 ആയിട്ടുള്ള അറയിലേക്കാണ്. 20 ലെറ്ററുകൾ കൊള്ളുന്ന അറയിലേക്ക്, ക്യാരക്ടർ അറയാണ് മൈ നെയിം. ഇനി പക്ഷെ ഇവിടെ സാധാരണ സ്പേസ് ഇല്ലാത്ത പേരുകൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഹലോ നിങ്ങൾ കൊടുത്ത ഇൻപുട്ടായി കൊടുത്ത പേര് എന്ന് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ നിക്കേത് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹലോ നികേത് എന്ന് കാണിക്കും. പക്ഷെ നിങ്ങളിവിടെ സ്പേസ് ഉള്ളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ മായ മോഹൻ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മായ സ്പേസ് ഇട്ട് കൊടുക്കണം. മായ മോഹൻ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ മായ മോഹൻ തന്നെയാണ് കാണിക്കുക. കാരണം അറേയുടെ സൈസ് 20 തന്നെയാണ്. മായ മോഹൻ എന്ന പേരിലുള്ള എല്ലാ ലെറ്ററുകളും അതിൽ കൊള്ളും. അപ്പോൾ മൈ അണ്ടർസ്കോർ നെയിം എന്നുള്ള അറയിലേക്ക് മായ മോഹൻ എന്ന പേര് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ CIN എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ക്യാരക്ടർ അറയിലൂടെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷേ അങ്ങനെ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിങ് മാനിപ്പുലേഷൻ നടത്തുന്ന പ്രോഗ്രാമുകൾ, സ്ട്രിങ്ങിനെ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന C++ പ്രോഗ്രാമുകൾ, എവിടെ C++ പ്രോഗ്രാമിൽ സ്ട്രിങ് ഡാറ്റ ഹാൻഡിൽ ചെയ്യണോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണോ അവിടെ നമുക്ക് ക്യാരക്ടർ അറേ വേണ്ടി വരും. അങ്ങനെ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് നമ്മൾ സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഇൻപുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ക്യാരക്ടർ അറേയിലേക്ക് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ടായിട്ട് ഒരു പേരോ അഡ്രസ്സോ ഒക്കെ ഇൻപുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരം പേരുകൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പേരുകൾ, അതായത് നടുക്ക് സ്പേസ് വരുന്ന പേരുകൾ, മുറിച്ച് വരുന്ന പേരുകൾ, ഒറ്റ പേരല്ലാതെ പേരിനൊരു ആദ്യ ഭാഗം, അതിനുശേഷം സ്പേസ്, പിന്നെ ഒരു ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം സ്പേസ് ലാസ്റ്റ് നെയിം, ഈ രൂപത്തിലുള്ള പേരുകൾ കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാം ഫസ്റ്റ് നെയിം മാത്രമേ കാണിക്കുകയുള്ളൂ. ഔട്ട്പുട്ട് കാണിക്കാൻ കൊടുത്താൽ ആ അറേനെ ഈ മൈ നെയിം എന്ന അറയിലേക്കാണ് റീഡ് ചെയ്തത്. മൈ നെയിം എന്ന അറയെ വീണ്ടും നമ്മൾ സി ഔട്ട് മൈ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് നെയിം, സ്ട്രിങ്ങിലെ ഫസ്റ്റ് നെയിം സ്പേസും അതിനുശേഷമുള്ള ലാസ്റ്റ് നെയിമും
ഒഴിവാക്കി കളയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ ഉപയോഗിക്കുന്നത് സി ഇൻ എന്ന ഒബ്ജക്റ്റാണ്. ഒരു സീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഓക്കെ ഇവിടെ ഇൻപുട്ട് എടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സീൻ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു സീൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഒരു സീൻ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാം, കാസ്കേഡ് ഉപയോഗിക്കാം. എന്നാലും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമാണ്. ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ സീനിൻ്റെ കൂടെ എപ്പോഴും ഇൻപുട്ട് ഓപ്പറേറ്റർ വരണം, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഒരു സീനും ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അതായത് ഇവിടെ ഒരു സ്ട്രിങ് ആണ് വീഴുന്നെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഒരൊറ്റ സ്ട്രിങ് ഇൻപുട്ട് മാത്രമേ ഈ മൈ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി വേറൊരെണ്ണം കൂടെ, ഇപ്പോൾ 2 മായ സ്പേസ് നെയിം എന്ന് പറയുമ്പോൾ അതിൽ 2 കൂടുതൽ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രയാണ് ഇതാണ്. അതായത് ഇവിടെ നമുക്ക് അറ്റ് എ ടൈം ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്ററാണ് ഈ സീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇൻപുട്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മായ സ്പേസ് മോഹൻ എന്ന് കൊടുക്കുമ്പോൾ മായ കഴിഞ്ഞ് വരുന്ന, നേരത്തെ നികേത് എന്ന പേര് കൊടുക്കുമ്പോൾ മാറ്റമൊന്നുമില്ല. നികേത് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നെയുള്ളൂ. അതുകൊണ്ട് മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്ക്, മൈ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന അറയിലേക്ക് നികേതിലാകെ 6 ലെറ്ററുകളാണുള്ളത്. പിന്നെ /0 കൂടെ സ്റ്റോർ ചെയ്യാൻ ഒരു ബൈറ്റും എടുത്ത് 7 ബൈറ്റ് മാത്രമേ മൈ നെയിം എന്ന് പറയുന്ന അറയുടെ ഈ നികേത് എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ മൈ നെയിം എന്ന അറയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. 7 ബൈറ്റാണ് അലോക്കേറ്റ് ചെയ്യുക. ബാക്കി 3 ബൈറ്റ് വെറുതെ വേസ്റ്റായിട്ട് പോകും. എന്നാൽ നമ്മൾ ഇതേ അറയിലേക്ക് തന്നെ ഇൻപുട്ട് കൊടുക്കുന്ന എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ നികേത് എന്ന പേരിന് പകരം മായ സ്പേസ് മോഹൻ, ഇങ്ങനെ സ്പേസ് വരുന്ന പേരുകൾ, ഫസ്റ്റ് നെയിം സ്പേസ് ലാസ്റ്റ് നെയിം, ആ രൂപത്തിലുള്ള പേരുകൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഹലോ, നിങ്ങൾ കൊടുത്ത പേര് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് ഹലോ അറയിലുള്ള കണ്ടൻറ്റ് നിങ്ങൾ കൊടുത്തത് മായ മോഹൻ എന്നാണ്. പക്ഷേ അവിടെ ഹലോ നിങ്ങൾ കൊടുത്ത കണ്ടൻറ്റ് എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് കാണിക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കുമ്പോൾ ഹലോ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ കൂടെ നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ, നേരത്തെ മൈ നെയിമിലേക്ക് സീൻ വഴി ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. അതിന് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസും, ആ സ്പേസും അതിനുശേഷമുള്ള ലാസ്റ്റ് സ്ട്രിങ്ങും ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം മായ എന്ന് മാത്രമേ കാണിക്കൂ. അപ്പോൾ അവിടെ മായ മോഹൻ സ്പേസ് മോഹൻ എന്ന് കൊടുത്താൽ ഹലോ മായ എന്ന് മാത്രമേ കാണിക്കുള്ളൂ, മോഹൻ കാണുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. സീൻ എന്ന് ഉപയോഗിച്ച് നമ്മളൊരു ക്യാരക്ടർ അറയിലേക്ക് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമാണ് സീനിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു വാരിയബിൾ, ഇവിടെ മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്ത ഇൻപുട്ട് സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ മൈ നെയിം എന്ന് പറയുന്ന അറയിൽ അറ്റ് എ ടൈം ഒരു ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്ററേ വരുന്നുള്ളൂ. സിൻസ് ഹിയർ ഓൺലി 1 ഇൻപുട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്, ഇറ്റ് ക്യാൻ സ്റ്റോർ ഓൺലി 1 ഇൻപുട്ട് ടു ദിസ് അറേ. ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ സി ഇന്നിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്ക് ഒരൊറ്റ സ്ട്രിങ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായ സ്പേസ് മോഹൻ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മായ എന്ന് മാത്രം കാണിക്കുന്നു, മോഹൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻപുട്ട് ഈ അറയിലേക്ക് റീഡ് ചെയ്യുന്നത്. മോഹൻ എന്ന ഇൻപുട്ട്, മായ സ്പേസ് മോഹൻ എന്ന ഇൻപുട്ട് മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ മായ കഴിഞ്ഞ ഒരു സ്പേസ് വരുന്നു. ആ സ്പേസിന് ഒരു ഡെലിമിറ്ററായിട്ട് സീൻ കരുതുന്നു. അതായത് മായ കഴിഞ്ഞ് ഇവിടെ മായ സ്പേസ് മോഹൻ എന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ മായയും മോഹനും ഒരൊറ്റ സ്ട്രിങ് ആണ്, സ്പേസ് ഉൾപ്പെടെ ഒരൊറ്റ സ്ട്രിങ് ആണെങ്കിൽ പോലും ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് സീൻ്റെ കൂടെ ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അതിന് അറ്റ് എ ടൈം നമുക്ക് ഒരു ഇൻപുട്ട് മാത്രമേ ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് മൈ നെയിം എന്ന അറയിലേക്ക് ഒരൊറ്റ സ്ട്രിങ് മാത്രമേ നമുക്ക് ഈ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് മൈ നെയിം എന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ വൈറ്റ് സ്പേസ് നമ്മൾ കൊടുത്ത ഇൻപുട്ട് സ്ട്രിങ് മായ സ്പേസ് മോഹൻ എന്നാണ്. ഇതുപോലെ പേരുകൾ സീൻ ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ അറയിലേക്ക് ഇൻപുട്ടായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ആ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ, പ്രത്യേകിച്ചും സ്ട്രിങ്ങുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ സ്പേസ് വരുന്ന ഇൻപുട്ട് സ്ട്രിങ്, അത്തരത്തിലുള്ള ഡാറ്റയ്ക്കാണ് ഈ പ്രശ്നം കാണിക്കുക. നടുക്ക് സ്പേസ് വരുന്ന പേരുകൾ. അപ്പോൾ ഇതിൽ
ഫസ്റ്റ് ആ സ്പേസിന് ഫസ്റ്റ് നെയിം സ്പേസ് ലാസ്റ്റ് നെയിം എന്നാണ് മായ ഫസ്റ്റ് നെയിം സ്പേസ് ലാസ്റ്റ് നെയിം മോഹൻ. അപ്പോൾ ഇതിൽ ഈ മായ എന്ന് കഴിഞ്ഞ് വരുന്ന സ്പേസിന് ഒരു സ്ട്രിങ് സെപ്പറേറ്ററായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ദസ് ഇൻപുട്ട് മായ മോഹൻ ഈസ് ട്രീറ്റഡ് ആസ് ടു ഡാറ്റ. ഇവിടെ മായ മോഹൻ എന്ന പേര് ഒരു പേരാണെങ്കിലും ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ സീൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് മായ എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള സ്പേസിനെ ഒരു സെപ്പറേറ്ററായി ഒരു വേർതിരിവായി കാണുകയും മായ മോഹൻ എന്നത് രണ്ട് സ്ട്രിങ്ങുകളായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. സീൻ ഉപയോഗിച്ച് നമ്മൾ ക്യാരക്ടർ അറയിലേക്ക് സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ, സ്ട്രിങ് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്പേസ് വരുന്ന പേരുകൾ മായ സ്പേസ് മോഹൻ പോലുള്ള പേരുകൾ വരുമ്പോൾ അത്തരം പേരുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് ഒരു ഡെലിമീറ്ററായിട്ട് സീൻ കാണുകയും സീൻ അതിനെ രണ്ട് സ്ട്രിങ് ഡാറ്റകളായി കരുതുകയും കാരണം ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് ഡാറ്റ സ്ട്രിങ് മാത്രമേ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്, ഒരു ഇൻപുട്ട് സ്ട്രിങ് മാത്രമേ ഇതിലേക്ക് സ്റ്റോർ. പക്ഷേ ഈ മായയ്ക്ക് ശേഷമുള്ള മോഹൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രം വരുന്നത് കൊണ്ട് രണ്ടാമത് വന്നിട്ടുള്ള ഈ മായ കഴിഞ്ഞതിന് ശേഷം സ്പേസ് കാണുമ്പോൾ അത് വേറൊരു സ്പേസിന് ശേഷമുള്ള മോഹൻ കാണുമ്പോൾ അത് മറ്റൊരു സ്ട്രിങ് ആയിട്ട് എടുക്കും. വൈറ്റ് സ്പേസ് ഇസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റർ ഓഫ് ഡാറ്റ. ദസ് ദ ഇൻപുട്ട് മായ മോഹൻ ഈസ് ട്രീറ്റഡ് ആസ് ടു ഡാറ്റ ഐറ്റംസ്. അങ്ങനെ മായാമോഹൻ എന്ന ഒരു ഒറ്റ ഇൻപുട്ട് സ്ട്രിങ്ങിനെ രണ്ട് സ്ട്രിങ്ങുകളായിട്ട് എടുക്കുകയും അതിൽ ആ സ്ട്രിങ്ങുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന വേർതിരിക്കുന്ന ഒന്നായിട്ട് സ്പേസിനെ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ മായ ഈ സീൻ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സാധാരണ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ ഒരു ഇൻറ്റീജർ വാരിയബിളിലേക്കോ ഫ്ലോട്ടിംഗ് പോയിന്റ് വാരിയബിളിലേക്കോ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഇൻപുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സീൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു സ്ട്രിങ് നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു ക്യാരക്ടർ അറയിലേക്ക്, ഇതുപോലുള്ള ക്യാരക്ടർ അറയിലേക്ക് വരുമ്പോൾ ആ സ്ട്രിങ്ങിന് നടുക്ക് ഒരു സ്പേസ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രിങ് കണ്ടെയ്നിങ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ, അത്തരത്തിലുള്ള നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്, അങ്ങനെയുള്ള സ്ട്രിങ്ങുകൾ റീഡ് ചെയ്യുമ്പോൾ ഈ സീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സീൻ്റെ കൂടെ ഈ സീൻ പിന്നെ ആ സ്ട്രിങ്ങിലെ സ്പേസിനെ ഒരു സെപ്പറേറ്ററായി കരുതുകയും രണ്ട് ഡാറ്റ ഐറ്റം സ്പേസിന് ശേഷം സ്ട്രിങ്ങിനെ സെക്കൻഡ് സ്ട്രിങ് ആയിട്ട് കരുതുകയും സ്പേസിന് മുൻപുള്ളതിനെ ഫസ്റ്റ് സ്ട്രിങ് ആയിട്ട്, അങ്ങനെ ഫസ്റ്റ് സ്ട്രിങ് ഫോളോഡ് ബൈ സ്പേസ് ഫോളോഡ് ബൈ സെക്കൻഡ് സ്ട്രിങ് എന്ന രൂപത്തിൽ രണ്ട് സ്ട്രിങ്ങുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും അതിൽ, കാരണം ഈ സീൻ്റെ ഒരു കുഴപ്പമാണിത്, സീൻ ഇങ്ങനെയുള്ള സ്പേസിനെ എപ്പോഴും ഇവിടെ ശരിക്കും വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് അടങ്ങിയിട്ടുള്ള നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ സീൻ ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ അറയിലേക്ക് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ when we input a string containing spaces into a character array using C object in C++, സീൻ എന്ന ഐഡന്റിഫയർ ഉപയോഗിച്ച് ക്യാരക്ടർ അറയിലേക്ക് നടുക്ക് സ്പേസുള്ളൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്പേസ്, നടുക്ക് വരുന്ന സ്പേസിനെ ഒരു സെപ്പറേറ്ററായിട്ട് വേർതിരിവായിട്ട് സീൻ കണക്കാക്കുന്നു. അപ്പോൾ ആദ്യം സ്ട്രിങ്ങിൻ്റെ ആദ്യ ഭാഗം, സ്പേസിന് മുൻപുള്ള ഭാഗത്തെ സ്ട്രിങ്ങിൻ്റെ സ്പേസിന് ശേഷം വരുന്ന നടുക്കുള്ള സ്പേസ് ഭാഗത്തെ മറ്റൊരു സ്ട്രിങ്ങായി മനസ്സിലാക്കുകയും സീൻ എന്ന ഒബ്ജക്റ്റ് മനസ്സിലാക്കി തെറ്റായി മനസ്സിലാക്കുകയും സീൻ്റെ കൂടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുകൊണ്ട് ആദ്യത്തെ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒറ്റ സ്ട്രിങ് മാത്രമേ പിന്നെ അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ സ്ട്രിങ്ങിലെ ആദ്യ ഭാഗത്തെ സ്പേസിന് മുൻപുള്ള ഭാഗത്തെ മാത്രം റീഡ് ചെയ്യുകയും സ്പേസും അതിനുശേഷമുള്ള സെക്കൻഡ് ശേഷം വരുന്ന ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന, അതായത് രണ്ടാം സ്ട്രിങ്ങിൻ്റെ രണ്ടാം ഭാഗം അതിനെ ഒഴിവാക്കുകയും ചെയ്യും. കാരണം ഇവിടെ പറയുള്ളൂ സീൻ സ്പേസിനെ ഒരു പേരിൽ അടങ്ങിയിട്ടുള്ള സ്ട്രിങ്ങിൽ അടങ്ങിയിരിക്കുന്ന സ്പേസിനെ ഒരു ഡെലിമിറ്റർ സെപ്പറേറ്ററായിട്ട് കാണുകയും ആ ഒരൊറ്റ സ്ട്രിങ്ങിനെ രണ്ട് സ്ട്രിങ്ങുകളായിട്ട് മാറ്റുകയും അങ്ങനെ കാണുകയും അതിൽ തന്നെ ഒന്നാമത്തെ സ്പേസിന് മുൻപുള്ള ഭാഗം മാത്രം അറയിലേക്ക് സ്റ്റോർ ചെയ്യുകയും സ്പേസിന് ശേഷമുള്ള ഭാഗം ഒഴിവാക്കുകയും ചെയ്യും, സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത്? കാരണം ഇവിടെ ഒറ്റ ഇൻപുട്ട് ഓപ്പറേറ്ററാണ് സീനിന് ശേഷം വരുന്നത്. ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരൊറ്റ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് മാത്രമേ വാരിയബിളിലേക്കോ അറയിലേക്കോ സ്റ്റോർ ചെയ്യാൻ പറ്റും. വാരിയബിൾ ആണെങ്കിലും അറിയാം, ഒറ്റ സിംഗിൾ ഡാറ്റ ഓക്കെ. ദർ ഈസ് ഓൺലി വൺ ഇൻപുട്ട് ഓപ്പറേറ്റർ ഫോളോഡ് ബൈ എ വാരിയബിൾ. ഇവിടെ ഒറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ളൂ, അതിന്
ശേഷം വരുന്നത് വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അറയാണ്. ഒരൊറ്റ അറയിൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡാറ്റ, അതായത് ഇവിടെ രണ്ടായിട്ട് ഡാറ്റയെ വേർതിരിച്ചിട്ടുണ്ട്. മായക്ക് ശേഷം വരുന്ന സ്പേസ്, ആ സ്പേസിന് ശേഷം വരുന്ന മോഹൻ എന്നത് 2 സ്ട്രിങ്ങുകളായിട്ട് മാറ്റുകയും അതിൽ ആദ്യത്തെ സ്ട്രിങ്ങിനെ മാത്രം റീഡ് ചെയ്യും. കാരണം ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്ററേ ഉള്ളൂ. ആ ഇൻപുട്ട് ഓപ്പറേറ്ററിന് ശേഷം ഒരു ഇൻപുട്ട് അറേ മാത്രമേ ഉള്ളൂ. ആ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാൻ ഒരൊറ്റ അറേ ഉള്ളൂ എന്നുണ്ട്. ദർ ഈസ് ഓൺലി 1 ഇൻപുട്ട് ഓപ്പറേറ്റർ ഫോളോഡ് ബൈ വാരിയബിൾ. വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈ നെയിം എന്ന് പറയുന്ന അറേയാണ്. ഫസ്റ്റ് ഡാറ്റ, അതായത് നമ്മൾ കൊടുത്ത ഒരൊറ്റ സ്ട്രിങ് മായ സ്പേസ് മോഹൻ എന്നതിലെ മായ എന്ന ഭാഗം മാത്രം അറയിലേക്ക് സ്റ്റോർ ആവുകയും ബാക്കി സ്പേസും അതിനുശേഷമുള്ള മോഹൻ എന്ന ഭാഗവും അറയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. വൈറ്റ് സ്പേസ് ആഫ്റ്റർ മായ സ്പേസ് ആസ് ദ ഡെലീറ്റർ. അപ്പോൾ ഈ വൈറ്റ് സ്പേസ് നമ്മൾ ഇതുപോലുള്ള വൈറ്റ് സ്പേസ് അടങ്ങുന്ന പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ സീൻ ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ അറയിലേക്ക് റീഡ് ചെയ്യുമ്പോൾ സീൻസ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ക്യാരക്ടർ അറയിലേക്ക് നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ആദ്യത്തെ ആ സ്പേസിന് മുൻപുള്ള സ്ട്രിങ് മാത്രമേ അറയിലേക്ക് സ്റ്റോർ ആവും. സ്പേസും അതിന് ശേഷമുള്ള സ്ട്രിങ്ങിൻ്റെ ഭാഗവും ഒഴിവാക്കും. അതായത് ഇവിടെ സ്പേസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിന് നടുക്കുള്ള സ്പേസ്, സ്ട്രിങ്ങിൻ്റെ അവസാനമായിട്ട് ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ ശേഷം വരുന്ന സ്പേസിന് മൊത്തത്തിൽ ഒരു എൻഡായിട്ട് സ്ട്രിങ് അവസാനിച്ചതായിട്ട് സീൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ സീൻ ഉപയോഗിച്ചിട്ടുള്ള പേരുകൾ രീതിയിൽ എന്തായിരിക്കും പോകുന്നത്, ഇങ്ങനെയുള്ള പേര് അതുപോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇടയ്ക്കൽ സ്പേസ് ഇങ്ങനത്തെ പേര് ഇൻപുട്ടായിട്ട് കൊടുത്താൽ എന്തായിരിക്കും എന്ന് ചോദിക്കും. അതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും, മുഴുവൻ പേരെങ്ങനെ കാണിക്കും എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മായ സ്പേസ് മോഹൻ പോലുള്ള പേരുകൾ മുഴുവനായിട്ട് വരണമെങ്കിൽ, ഇങ്ങനെയുള്ള പേരുകൾ മുഴുവനായിട്ട് വരണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യം, നമ്മൾ സീൻ എന്ന ഇൻപുട്ട് എടുക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സീൻ ഒബ്ജക്റ്റിനെ മാറ്റി ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു അറയിലേക്കോ ഒരു ഇൻറ്റിജർ അറേ അല്ലെങ്കിൽ ഇൻറ്റിജർ വാരിയബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാരിയബിൾ, ഡബിൾ അറേ, ഡബിൾ വാരിയബിൾ എന്നിവയിലേക്കൊക്കെ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് സീൻ എന്ന ഒബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. സീൻ്റെ കൂടെ എത്ര ഇൻപുട്ട് ഉണ്ടോ അതിന് അത്രയും ഇൻപുട്ട് ഓപ്പറേറ്റർ, ഒരു ഇൻപുട്ട് ആണെങ്കിൽ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഫോളോഡ് ബൈ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഏത് വാരിയബിളിലേക്കാണോ അല്ലെങ്കിൽ അറയിലേക്കാണോ സ്റ്റോർ ചെയ്ത് ആ വാരിയബിളിൻ്റെ അല്ലെങ്കിൽ അറയുടെ നെയിം, ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. പക്ഷേ ഇത് സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ സീൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ, സ്ട്രിങ് കണ്ടെയ്നിങ് സ്പേസസ്, ഓക്കെ, സീൻ ഉപയോഗിച്ച് സ്പേസുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പേസ് അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രിങ് ഇൻപുട്ടായിട്ട് ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്പേസും അതിന് ശേഷമുള്ള സ്ട്രിങ്ങിൻ്റെ ഭാഗവും ഒഴിവാക്കപ്പെടും, അറയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് ഈ സീനിൻ്റെ ഒരു കുഴപ്പമാണ്. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീൻ ആ ഇൻപുട്ട് സ്ട്രിങ്ങിലെ സ്പേസിനെ സ്ട്രിങ്ങിൻ്റെ അവസാനമായിട്ട് കരുതുകയും ആ സ്പേസും അതിന് ശേഷം വരുന്ന സ്ട്രിങ്ങിൻ്റെ ബാക്കി ഭാഗത്തെയും ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ സീൻ്റെ കൂടെ എന്നുള്ളതുകൊണ്ട് ആ ഒരു ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ ഭാഗത്തെ ഒരു ഇൻപുട്ടായിട്ട് പരിഗണിക്കുകയും സ്ട്രിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗം സ്പേസും അതിന് ശേഷവും വരുന്ന സ്ട്രിങ്ങിൻ്റെ ഭാഗം, അതായത് മായാമോഹനിലെ സ്പേസും മോഹൻ തുടങ്ങിയ രണ്ടാമത്തെ സ്ട്രിങ്ങും ഒഴിവാക്കുകയും ചെയ്യും. കാരണം ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്തുകൊണ്ടാണ് ഒഴിവാക്കുകയും ചെയ്യും, ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ. ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു സ്ട്രിങ് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു അറേ മാത്രമേ ഉള്ളൂ, മൈ നെയിം എന്ന് പറയുന്ന ഒരൊറ്റ അറേയാണ്. അപ്പോൾ ഒരു ഇൻപുട്ട് ഓപ്പറേറ്ററും ഒരു ഇൻപുട്ട് അറേയും ഇൻപുട്ട് ചെയ്യാനുള്ള ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയും ഉള്ളതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് കൊടുത്ത സ്ട്രിങ്ങിലെ സ്പേസിന് മുൻപുള്ള ഭാഗം സ്പേസിന് ശേഷമുള്ള ഭാഗം നിങ്ങൾ രണ്ടായി കാണുകയും അതിൽ സ്പേസിന് മുൻപുള്ള ഭാഗത്തെ മാത്രം ഒരു ഇൻപുട്ടായിട്ട് എടുക്കുകയും രണ്ടാമതൊരു ഔട്ട്പുട്ട് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, കാരണം ഇവിടെ ഒറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ഔട്ട്പുട്ട് തള്ളിക്കളയുകയും ചെയ്യും. ഇതാണിതിൽ. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മായ സ്പേസ് മോഹൻ പോലുള്ള പേരുകൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ ഇൻപുട്ടായിട്ട് കൊടുത്താൽ അത് ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. ഇതേ പ്രോഗ്രാം സൈസ് അറേയുടെ സൈസ് 20 ആക്കി. ഓക്കെ, എൻ്റർ യുവർ നെയിം എന്നാണ് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നിങ്ങൾ ആദ്യം സ്ക്രീനിൽ കാണുക. അപ്പോൾ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്പേസ് ഉള്ള പേര് കൊടുക്കുകയാണെങ്കിൽ, സ്പേസ് ഇല്ലാത്ത പേര് സാധാരണ ചെറിയ ഷോർട്ട് നെയിംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിവേദ്, അതുപോലെ അത്തരത്തിലുള്ള പേരുകൾ കൊടുക്കുക. സ്പേസ് ഇല്ലാത്ത പേരുകൾ കൊടുക്കുകയാണെങ്കിൽ ഹലോ നിങ്ങൾ കൊടുത്ത പേര് അതുപോലെ കാണിക്കും, ഒരു കുഴപ്പമില്ല പ്രോഗ്രാം. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ സ്പേസ് ഉള്ളൊരു പേര് കൊടുക്കുന്നത്, ലൈക്ക് മായ സ്പേസ് മോഹൻ,
അങ്ങനെ നടുക്ക് സ്പേസ് വരുന്ന പേരുകൾ നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ആ സ്പേസിന് മുൻപുള്ള ഭാഗം, അതായത് ഇൻപുട്ടായിട്ട് കൊടുത്ത സ്ട്രിങ്ങിലെ സ്പേസ് വരെയുള്ള ഭാഗം, സ്പേസും അതിനുശേഷമുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുള്ള സ്ട്രിങ്ങാണ് ഈ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് കാരണം സീൻ എന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു കുഴപ്പമാണിത്. സ്പേസുള്ള സ്ട്രിങ്ങുകളെ ഇത് രണ്ടായി കാണുകയും പിന്നെ രണ്ട് സ്ട്രിങ്ങായിട്ട്, സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിന് മുൻപുള്ളതിനെ ഒരു സ്ട്രിങ്ങായിട്ടും സ്പേസിന് ശേഷം വരുന്ന ഭാഗത്തെ രണ്ടാമത്തെ സ്ട്രിങ്ങായിട്ടും എടുക്കുകയും ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട്, ഒരു ഇൻപുട്ട് വേരിയബിൾ അല്ലെങ്കിൽ അറേ ഉപയോഗിച്ചതുകൊണ്ട് ഒന്നാമത്തെ സ്പേസിന് മുൻപുള്ള സ്ട്രിങ്ങിനെ മാത്രം അറേയിലേക്ക് സ്റ്റോർ ചെയ്യുകയും സ്പേസിന് ശേഷമുള്ള വേറൊരു സ്ട്രിങ്ങായി കരുതി അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന് കാരണം. ഇങ്ങനെ ഇത്തരത്തിലുള്ള പേരുകൾ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഭാഗം മാത്രം, സ്പേസിന് മുൻപുള്ള ഭാഗം മാത്രം വരാനുള്ള കാരണം ഇതാണ്, ഈ സീനിൻ്റെ ഇത്തരത്തിലുള്ളൊരു സവിശേഷത കൊണ്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മറികടക്കാം. നമുക്ക് കൊടുത്ത പേര്, സ്പേസുള്ള പേരുകൾ കൊടുക്കുമ്പോൾ ആ മുഴുവൻ പേരും സ്പേസ് ഉൾപ്പെടെ എങ്ങനെ ഔട്ട്പുട്ടിൽ കാണിക്കാം, പ്രോഗ്രാമിൽ ഔട്ട്പുട്ടായിട്ട് കാണിക്കാം എന്നുള്ളത് അതിന് നമ്മൾ ഉപയോഗിക്കുക സീൻ എന്ന. സോ ദിസ് പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ അണേബിൾ ടു ഇൻപുട്ട് സ്ട്രിങ്സ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സീൻ ഉപയോഗിച്ച്, സീൻ എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ സ്പേസ് ഉള്ള സ്ട്രിങ് ആണെങ്കിൽ അവിടെ ഒരു നമുക്കത് മുഴുവനായിട്ട് ഇൻപുട്ട് ചെയ്യാൻ ആ സ്പേസിന് ശേഷമുള്ള ഭാഗം ഇൻപുട്ട് അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി C++ൽ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസിൻ്റെ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പറയും. തൽക്കാലം നിങ്ങളിതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനുകളാണെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് കഴിഞ്ഞതിന് ശേഷം ഒരു പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സ്പേസ് ഉള്ള സ്ട്രിങ്ങുകൾ, നടുക്ക് സ്പേസ് വരുന്ന പേരുകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സീനിന് പകരമായിട്ട്, സീനിനെ കൊണ്ട് അത് കഴിയാത്തതുകൊണ്ട് സീനിന് പകരമായിട്ട് നമ്മൾ ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫംഗ്ഷനാണ് C++, ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഗെറ്റസ് എന്ന ഫംഗ്ഷൻ. ഈ ഗെറ്റസ് എന്ന ഫംഗ്ഷൻ ഇറ്റ്സ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു അക്സെപ്റ്റ് എ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് വൈറ്റ് സ്പേസസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. അതായത് കീബോർഡിലൂടെ സ്പേസ് ഉൾപ്പെടുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകളെ, ലെറ്ററുകളെ, അതായത് ഒരു വാക്കിനെ, സ്പേസ് വരുന്ന ഒരു സ്ട്രിങ്ങിനെ കീബോർഡ് വഴി റീഡ് ചെയ്തൊരു ക്യാരക്ടർ അറേയിലേക്ക് റീഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് ഗെറ്റ്സ്, കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ. സോ ഗെറ്റ്സ് ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റീഡ് എ സ്ട്രിങ് കണ്ടെയ്നിങ് സ്പേസസ് ഇൻ ടു എ ക്യാരക്ടർ ത്രൂ ദ കീബോർഡ്. അപ്പോൾ C++ൽ കീബോർഡിലൂടെ സ്പേസ് ഉള്ള പേരുകൾ, നടുക്ക് സ്പേസ് വരുന്ന സ്പേസ് ഉൾപ്പെടുന്ന സ്ട്രിങ്ങുകളിലെ കീബോർഡ് വഴി സ്വീകരിച്ച് ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗെറ്റസ് ഫംഗ്ഷൻ. സോ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് C++ൽ സ്പേസ് ഉള്ള സ്ട്രിങ്ങുകളെ, കീബോർഡിലൂടെ എൻ്റർ ചെയ്യുന്ന സ്പേസ് ഉള്ള സ്ട്രിങ്ങുകളെ, നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകളെ ഒരു ക്യാരക്ടർ അറേയിലേക്ക് മുഴുവനായിട്ടും സ്റ്റോർ ചെയ്യാം, സ്പേസ് ഉൾപ്പെടെ സ്റ്റോർ ചെയ്യും. സീൻ ഉപയോഗിച്ചാൽ അത് മുഴുവനാവില്ല, സ്പേസിന് മുൻപുള്ള ഭാഗം മാത്രമേ സ്റ്റോർ ആവും. സ്പേസും അതിനുശേഷം വരുന്ന സ്ട്രിങ്ങിൻ്റെ രണ്ടാം ഭാഗവും ഒഴിവാക്കി കളയുന്നു, അല്ലെങ്കിൽ അറേയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് പരിഹാരമാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ. ഈ ഗെറ്റസ് ഫംഗ്ഷൻ എന്നുള്ളത് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഇതൊക്കെ C++ലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ C++ലെ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷനുകളെ കുറിച്ച് പഠിക്കും. പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് ഫംഗ്ഷനിൽ പെടുന്ന ഒന്നാണ് ഗെറ്റ്സ് എന്ന് പറയുന്നത്, ഗെറ്റസ് എന്ന് പറയുന്നത്. ഈ ഗെറ്റസിൻ്റെ സിൻടാക്സ് നോക്കുക. ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ്റെ കൂടെ പാരന്തസിസിനകത്ത് ആർഗ്യുമെൻ്റ് എന്നാണ്. ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ C++ലെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇവിടെ ഒരൊറ്റ ആർഗ്യുമെൻ്റ് മാത്രമേ ഗെറ്റസ് ഫംഗ്ഷൻ സ്വീകരിക്കുന്നുള്ളൂ. ഗെറ്റസ് ഫംഗ്ഷൻ ഒരു ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യേണ്ടത്, ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഒരു എന്താണോ, ഏത് അറേയിലേക്കാണോ ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടത്, ഒരു സ്ട്രിംഗ് ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കാനാണ് നമ്മൾ ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്നത്, ഈ ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആ സ്ട്രിങ്ങിനകത്ത് സ്പേസ് വരുമ്പോഴാണ് അത്തരത്തിലുള്ള സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യുന്നത്. സ്ട്രിംഗ് കണ്ടെയ്നിങ് സ്പേസസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ, വലിയ സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു സെപ്പറേറ്റർ സ്പേസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള സ്ട്രിങ്ങുകളെ കീബോർഡ് വഴി സ്വീകരിക്കാനോ അതിന് അറേയിലേക്ക്, ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യാനുമാണ് C++ ഗെറ്റ്സ് ഫംഗ്ഷൻ, ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആർഗ്യുമെൻ്റ് ഉണ്ട്. ഗെറ്റസ് ഫംഗ്ഷന് എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് ഏത് ക്യാരക്ടർ അറേയിലേക്കാണോ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത സ്ട്രിങ് സ്റ്റോർ ചെയ്ത് ആ ക്യാരക്ടർ അറേയുടെ പേരാണ് ഗെറ്റസ് ഫംഗ്ഷൻ്റെ കൂടെ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ പാരന്തസിസിൽ കൊടുക്കേണ്ടത്. ഇനി
ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്പേസ് അടങ്ങുന്ന സ്ട്രിങ്ങുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കും. ആ സ്ട്രിങ്ങിനെ മുഴുവനായിട്ട് നമുക്ക് അറയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ചേ പറ്റൂ. സീൻ ഉപയോഗിച്ചാൽ പകുതി സ്പേസിന് മുൻപുള്ള ഭാഗം മാത്രമേ നമുക്ക് സ്റ്റോർ ആവുകയുള്ളൂ, അറയിലേക്ക് സ്റ്റോറായിട്ട് കിട്ടുകയുള്ളൂ. ഇത് പരിഹരിച്ച് സ്പേസിന് മുൻപുള്ള സ്ട്രിങ്ങിൻ്റെ ഭാഗവും സ്പേസിന് ശേഷമുള്ള സ്ട്രിങ്ങിൻ്റെ ഭാഗവും കൂടെ ഒരുമിച്ച് ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സീനിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഗെറ്റസ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഉപയോഗം ഇതാണ്: സ്പേസ് ഉൾപ്പെടുന്ന നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകളെ കൂടി മുഴുവനായിട്ട് സ്റ്റോർ ചെയ്യാൻ, സീൻ ചെയ്യുന്നത് പോലെ പകുതി സ്റ്റോർ ചെയ്യാതെ സ്പേസ് ഉൾപ്പെടുന്ന സ്ട്രിങ്ങുകളെ മുഴുവനായിട്ട് തന്നെ ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഗെറ്റസ് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ അവിടെ അത്തരം സ്ട്രിങ് ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രിങ് ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളിലൊക്കെ, സ്ട്രിങ് ഇൻപുട്ടായി വരുന്ന പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ചേ തീരും. കാരണം നമുക്ക് നടുക്ക് സ്പേസുള്ള സ്ട്രിങ് ഇൻപുട്ട് വരാതിരിക്കാം. അപ്പോൾ വരികയാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കും ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അടങ്ങിയിരിക്കുന്ന ഒരു ഹെഡർ ഫയൽ C++ലുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട IO സ്ട്രീം, ഇതുവരെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ കണ്ട ഹെഡർ ഫയലാണ് IO സ്ട്രീം എന്ന് പറയുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. C ഔട്ട്, പിന്നെ അതുപോലെ തന്നെ എൻഡൽ തുടങ്ങിയ ഒബ്ജക്റ്റുകൾ, പ്രീഡിഫൈൻഡ് ഐഡൻറ്റിഫയറുകൾ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈലറിന് ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ IO സ്ട്രീം ഉപയോഗിച്ചത്. ഇവിടെ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ അറയിലേക്ക് സ്പേസ് ഉള്ള സ്ട്രിങ്ങുകളെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, മുഴുവനായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന്, സ്പേസ് ഉൾപ്പെടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ഈ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗെറ്റസ് എന്ന ഫംഗ്ഷൻ്റെ നിർവചനം അടങ്ങിയിരിക്കുന്ന ഹെഡർ ഫയൽ, ദാറ്റ് ഈസ് CSTDIO, .h വേണ്ട, CSTDIO ആണ് ഗെറ്റസ് ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽ. അപ്പോൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഹെഡർ ഫയൽ, ആ ഫംഗ്ഷൻ അടങ്ങിയിരിക്കുന്ന ഹെഡർ ഫയലിനെ ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം. പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ #include എന്ന ഭാഗത്ത് #include ആംഗുലർ ബ്രാക്കറ്റിനകത്ത് ഹെഡർ ഫയൽ നെയിം കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഹെഡർ ഫയലിനകത്തുള്ള ഏത് ഫംഗ്ഷനാണോ, എല്ലാ ഫംഗ്ഷനുകളും ഉപയോഗിക്കാൻ, ഏത് ഫംഗ്ഷനാണോ വേണ്ടത് ആ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒരു ഹെഡർ ഫയലിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫംഗ്ഷനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ആ ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രോഗ്രാമിൽ #include IO സ്ട്രീമിന് പുറമേ ഈ ഗെറ്റസ് ഉപയോഗിക്കുന്ന ഗെറ്റസ് ഇതുപോലെ സ്പേസ് അടങ്ങിയിട്ടുള്ള സ്ട്രിങ്ങുകൾ റീഡ് ചെയ്യുന്നതിനും ഔട്ട്പുട്ട് ചെയ്യുന്നതിനുമുള്ള കാണിക്കുന്നതിനുമുള്ള പ്രോഗ്രാമുകളാണെങ്കിൽ അത്തരം പ്രോഗ്രാമുകളിൽ ഒരു ഹെഡർ ഫയൽ കൂടി കൂടുതലായിട്ട് വരും. IO സ്ട്രീമിന് പുറമെ, ദാറ്റ് ഈസ് ഒരു ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരും. #include IO സ്ട്രീമിന് പുറമെ അതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് #include CSTDIO എന്ന് കൂടി കാണാം. ഈ CSTDIO ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ്റെ ഹെഡർ ഫയലാണ്. ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഈ CSTDIO എന്ന ഹെഡർ ഫയലിനെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, ഉൾപ്പെടുത്തണം. അതിനാണ് ഈ #include CSTDIO ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ അത് നമ്മൾ 2 മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് ഈ പ്രോഗ്രാമിൽ നേരത്തെ നിങ്ങൾ കണ്ട ഒരു സ്ട്രിങ് ഇൻപുട്ടായിട്ട് എടുത്ത് അതിൻ്റെ കൂടെ ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ പ്രോഗ്രാമിൽ നമ്മൾ 2 മാറ്റങ്ങളാണ് വരുന്നത്. ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക, നമ്മൾ സീനിന് പകരം ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ് മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ അറയുടെ സൈസ് 20 ആക്കി, 10 എന്നുള്ള മാറ്റി. കാരണം സ്പേസിൽ ഉൾപ്പെടുന്ന വലിയ സ്ട്രിങ്ങുകളാകുമ്പോൾ അതിൻ്റെ സൈസ് കൂടുതൽ ലെറ്ററുകൾ വരുന്നതുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് ഇവിടെ അറയുടെ വലുപ്പം, അറയുടെ സൈസ് മാറ്റി കൊടുക്കുന്നു. അത്രയും സ്പേസ് ഉൾപ്പെടെയുള്ള ക്യാരക്ടറുകളെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ ഇതാണ്: #include IO സ്ട്രീം, അത് കഴിഞ്ഞ് #include CSTDIO എന്ന്, ഇതുപോലെ CSTDIO എന്ന് ആംഗുലർ ബ്രാക്കറ്റിൽ 2 #include വരും, 2 പ്രിപ്രൊസസർ ഡയറക്ടറികൾ വരും. അതിനുശേഷം യൂസിങ് നെയിം STD int നെയിം ഇതിലൊന്നും മാറ്റില്ല. അതിനുശേഷം my name എന്നുള്ള അറയുടെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കുക, 10 എന്നുള്ളതിന് ഇരട്ടിയാക്കുക, സൈസ് 20 ആക്കി കൊടുക്കുക. അതിനുശേഷം cout enter your name എന്നതിന് എഴുതുക. സീൻ എന്നുള്ളതിന് പകരം നമ്മൾ ഗെറ്റസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ജസ്റ്റ് റീപ്ലേസ് ദി സീൻ ഒബ്ജക്റ്റ് വിത്ത് ഗെറ്റസ് ഫംഗ്ഷൻ. ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയല്ല. സീനിൻ്റെ കൂടെ നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞ് ആണ് ഏത് അറയിലേക്കാണോ ഇൻപുട്ട് സ്ട്രിങ്
ഇൻപുട്ടായിട്ടുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത്, ആ അറേയുടെ പേര് കൊടുക്കുന്നത്. എന്നാൽ ഗെറ്റസ് സീൻ എന്ന് പറയും, ഗെറ്റസ് എന്ന കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ ഗെറ്റസ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ഫംഗ്ഷൻ്റെ പേര് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് അതായത് പാരന്തസിസിനകത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ടാണ് അറേയുടെ പേര്, ഏത് അറേയിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ് അത് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ അല്ല അവിടെ വരുന്നത്. ഗെറ്റസിൻ്റെ കൂടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് അറേയിലേക്കാണോ ഇൻപുട്ട് എടുക്കേണ്ടത് ആ അറേയുടെ പേര് കൊടുക്കുക. ഗെറ്റസ് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ അറേയുടെ പേര് കൊടുക്കണം. ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വരുത്തിയതിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും റൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വരുത്തിയ മാറ്റങ്ങളൊന്നുകൂടി പറയാം. ഹാഷ് ഇൻക്ലൂഡ് IOString കഴിഞ്ഞ് ഹാഷ് ഇൻക്ലൂഡ് CSTDIO യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ അവിടെ മാറ്റില്ല. ക്യാർ മൈ നെയിം എന്നുള്ള 10 പകരം 20 എന്ന് കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ അതുപോലെ തന്നെ സി ഔട്ട് എൻ്റർ യുവർ നെയിം, സി ഇൻ മൈ നെയിം എന്നതിന് പകരം ഗെറ്റസ് ബ്രാക്കറ്റിനകത്ത് മൈ നെയിം എന്ന് എഴുതി. ഗെറ്റസിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് പാരന്തസിസിനകത്ത് മൈ നെയിം എന്ന് പറയുന്ന അറേയുടെ പേര്. മറ്റു മാറ്റങ്ങളൊന്നുമില്ല. വീണ്ടും സി ഔട്ട് ഹലോ, ഇതുപോലെ 2 ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കാസ്കേഡിംഗ് ഹലോ മൈ നെയിം എന്ന് കൊടുത്തു, റിട്ടേൺ 0. നേരത്തെ പ്രോഗ്രാം കൊടുത്ത ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ സീൻ ഉപയോഗിച്ച് നിങ്ങൾ കൊടുത്തപ്പോൾ കണ്ടൊരു പ്രശ്നം, ചെയ്ത അതേ കാര്യങ്ങൾ ഇപ്പോൾ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം മാറ്റി എഴുതിയതിന് ശേഷം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, നേരത്തെ നിങ്ങൾ എൻ്റർ യുവർ നെയിം, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങളോട് എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കും. ഇപ്പോൾ ഇവിടെ ഗെറ്റസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ പേരുകൾ നികേത് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ നികേത് എന്ന് തന്നെ ഈ പ്രോഗ്രാം കാണിക്കും. ഹലോ നിങ്ങൾ കൊടുത്ത പേര്, കാരണം അറേയിലേക്ക് നിങ്ങൾ കൊടുത്ത പേര് സ്റ്റോർ ചെയ്യുന്നു. അറേയുടെ കണ്ടൻറ്റ് അറേക്ക് മുൻപായിട്ട് ഹലോ എന്ന് കാണിക്കുകയും ശേഷം അറേയുടെ കണ്ടൻറ്റ് അറേക്കകത്തുള്ള സ്ട്രിങ് കാണിക്കുകയും ചെയ്യും. ഇനി നമ്മളൊന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്യുക. നികേത് എന്ന പേര് കൊടുക്കുന്നതിന് പുതിയ രണ്ടാമത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻപുട്ടായിട്ട് സ്പേസ് ഉള്ളൊരു സ്ട്രിങ് കൊടുക്കുക. നേരത്തെ സീനിന് സ്റ്റക്കായി പോയത് അവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം രണ്ടാമത് റൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പേര് കൊടുക്കാതെ നമ്മളിവിടെ മായ സ്പേസ് മോഹൻ അങ്ങനെ സ്പേസ് വരുന്നൊരു പേര് കൊടുക്കുക. അപ്പോൾ മായ സ്പേസ് മോഹൻ എന്ന പേര് കൊടുക്കുമ്പോൾ ഇവിടെ മൈ നെയിമിലേക്ക് ഇവിടെ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മൈ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് മായ സ്പേസ് മോഹൻ എന്ന സ്ട്രിങ് മുഴുവനായിട്ടും സ്പേസോടുകൂടി സ്പേസ് ഉൾപ്പെടെ സ്റ്റോർ ആവുകയും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ ഹലോ മൈ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അറേയിൽ മുഴുവൻ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ചെയ്ത പേര് സ്പേസ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. നേരത്തെ സീൻ ഉപയോഗിച്ച പോലെയല്ല. സീനാകുമ്പോൾ സ്പേസിന് ശേഷം വരുന്ന ലെറ്ററുകളെ ഒഴിവാക്കി കട്ട് ചെയ്ത് കളയും, അതിനെ അവോയ്ഡ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഈ സി ഔട്ട് സീനിന് പകരം നമ്മൾ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണോ കൊടുത്തത് ഇൻപുട്ട് അതിൽ സ്ട്രിങ് സ്പേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസിനും കൂടെ ഉൾപ്പെടെ സ്പേസും സ്പേസിന് ശേഷമുള്ള ഭാഗവും കൂടെ എടുക്കുന്നു. സീനിന് ഇവിടെയാണ് സീനും ഗെറ്റസും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. സീൻ ഉപയോഗിക്കുമ്പോൾ സ്പേസ് വരുന്ന സ്ട്രിങ് ആണെങ്കിൽ സ്പേസിന് മുൻപ് ശേഷം വരുന്ന ഭാഗത്തെ ഒഴിവാക്കി ഡെലിമിറ്ററായി കരുതി അതിനെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് കരുതിയിട്ട് ഒരു ഫസ്റ്റ് സ്ട്രിങ്ങിനെ മാത്രം സ്ട്രിങ്ങിൻ്റെ ആ ഫസ്റ്റ് പാർട്ടിനെ മാത്രം എടുക്കുകയും ലാസ്റ്റ് പാർട്ടിനെ ഒഴിവാക്കി കളയും ചെയ്യും. സ്പേസിന് ശേഷമുള്ള ഭാഗത്തെ ഒഴിവാക്കി കളയും ചെയ്യുന്നു. കാരണം ഇവിടെ സീൻ 2 സ്ട്രിങ്ങുകളായിട്ട് കാണുന്നു. ഒരൊറ്റ ഇൻപുട്ട് ഓപ്പറേറ്റർ സീൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ആദ്യത്തെ ഇൻപുട്ട് ആദ്യത്തെ സ്ട്രിങ്ങിനെ മാത്രം ഇൻപുട്ടായിട്ട് കരുതുകയും രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. അതായത് നമുക്കിവിടെ സ്പേസ് ഉള്ള സ്ട്രിങ്ങുകൾ നമ്മൾ ഇൻപുട്ട് ചെയ്യാം, അത് അതുപോലെ തന്നെ ഔട്ട്പുട്ടായിട്ട് കാണിക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഹലോ പിന്നെ മായ സ്പേസ് മോഹൻ എന്ന് കൊടുത്താൽ ഈ മാറ്റങ്ങൾ വരുത്തി പ്രോഗ്രാമിൽ പറയുന്ന സീനിന് പകരം ഗെറ്റസ് ഉപയോഗിച്ച് ഫംഗ്ഷൻ പ്രോഗ്രാം മാറ്റി എഴുതുക. അപ്പോൾ ഗെറ്റസ് ഉപയോഗിച്ച് മാറ്റി എഴുതും. ഗെറ്റസിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ഗെറ്റസ് ബ്രാക്കറ്റിൽ ഇവിടെ ബ്രാക്കറ്റിൽ ഗെറ്റസ് മൈ അണ്ടർസ്കോർ നെയിം എന്നുള്ള അറേയുടെ പേര് ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഏത് അറേയിലേക്കാണോ വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് ആ അറേയുടെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അറേയുടെ പേര്. ഓക്കെ, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്ന അറേ ആ പേരാണ് ഇവിടെ ഗെറ്റസ് ഫംഗ്ഷൻ്റെ കൂടെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നത്. ഇതാണ് നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ സി ഔട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സി ഔട്ട് മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ സീനിനെ ഗെറ്റസ് ഉപയോഗിച്ച് മാറ്റി എഴുതി ഗെറ്റസ് ഫംഗ്ഷൻ വെച്ച് സീൻ ഉപയോഗിച്ച് ഇൻപുട്ട് എടുക്കുന്നതിന് ഇവിടെ ഗെറ്റസ് ഉപയോഗിച്ച് ഇൻപുട്ട് മൈ നെയിം എന്ന് പറയുന്ന അറയിലേക്ക് എടുത്തു. അപ്പോൾ വീണ്ടും ഇതുപോലെ ഔട്ട്പുട്ട് കാണിച്ചാൽ ഹലോ മായമോഹൻ എന്നുള്ള സ്പേസ് നെയിം തന്നെ കൊടുക്കുക. എൻ്റർ യുവർ നെയിം എന്ന് പറയുന്ന പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻപുട്ട് ചോദിക്കുമ്പോൾ ഇതുപോലത്തെ പേരുകൾ കൊടുത്താലും നികേത് എന്ന് കൊടുത്താൽ ഈ പ്രോഗ്രാം ഹലോ നികേത് നേരത്തെ സീൻ ഉപയോഗിച്ച് അതേ പ്രോഗ്രാമിൽ കാണിച്ച അതേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കൂടാതെ സ്പേസ് ഉള്ള പേരുകൾ കൊടുക്കുമ്പോൾ ആ പേര് മുഴുവനായിട്ടും സ്പേസ് ഉൾപ്പെടെ
ഫസ്റ്റ് പാർട്ടും സ്പേസും ലാസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉൾപ്പെടെ ആ അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഈ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷന് സാധിക്കും. അത് സീനിന് കഴിയില്ല, എന്നാൽ ഗെറ്റസിന് കഴിയും. ഇതാണ് രണ്ട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്. ഇതിൽ ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ടായിട്ട്, സ്പേസ് ഉള്ള സ്ട്രിങ്ങിനെ, നടുക്ക് സ്പേസ് വരുന്ന സ്ട്രിങ്ങിനെ ഇൻപുട്ടായിട്ട് എടുക്കുമ്പോൾ സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് സീൻ എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ ഉപയോഗിക്കരുത്. അത്തരം പ്രോഗ്രാമുകൾ, ഇത് സ്ട്രിങ് മാനിപ്പുലേഷൻ, സ്ട്രിങ് ഹാൻഡ്ലിംഗ് പ്രോഗ്രാമുകൾ, സ്ട്രിങ് കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാം, സ്ട്രിങ് ഇൻപുട്ടായിട്ട് വരികയും സ്ട്രിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാം, ഇൻപുട്ടായിട്ട് ഒരു സ്ട്രിങ് എടുക്കുകയും അതിനെ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാമുകളാണെങ്കിൽ അവിടെ നിങ്ങൾ സീനിന് പകരം സ്പേസ് ഉള്ള സ്ട്രിങ്ങുകളെ കൂടി മുൻകൂട്ടി കണ്ട് ഇൻപുട്ടായിട്ട് യൂസർ കൊടുക്കാനുള്ള സാധ്യത ഇൻപുട്ട് ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ സീനിന് പകരം ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് അറയിലേക്ക് റീഡ് ചെയ്യണം, സ്ട്രിങ്ങിനെ അറയിലേക്ക് റീഡ് ചെയ്യും. അതാണ് ഇവിടെ ഇതിനുള്ളൊരു പരിഹാരം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസ് ഉള്ള സ്ട്രിങ്ങുകളെ കൂടി ഇൻപുട്ടായിട്ട് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും, അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഹലോ മൈ നെയിം എന്ന് കൊടുക്കുമ്പോൾ ഹലോ മായ സ്പേസ് മോഹൻ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അതുപോലെ തന്നെ ഒരു ഒഴിവാക്കലും കൂടാതെ മുഴുവനായിട്ട് ആ സ്ട്രിങ് സ്പേസ് ഉൾപ്പെടെ കാണിക്കും. ഇതാണ് ഗെറ്റസ് ഫംഗ്ഷൻ. ഈ ഗെറ്റസ് ഫംഗ്ഷനെ പോലെ തന്നെ ഈ C++ൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺസോൾ ഔട്ട്പുട്ട്, ഗെറ്റസ് കുറിച്ച് കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ്. കീബോർഡിലൂടെ കൊടുക്കുന്ന സ്ട്രിങ് ഡാറ്റയെ ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസ് ഉൾപ്പെടെയുള്ള സ്ട്രിങ്ങുകളെ, നടുക്ക് സ്പേസ് വരുന്ന പ്രത്യേകിച്ച് സ്ട്രിങ്ങുകളെ ആ അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു റിവേഴ്സൽ എന്ന് പറയുന്നത് പുട്ട് എസ് ഫംഗ്ഷനാണ്. പുട്ട് എസ് ഫംഗ്ഷൻ വീണ്ടും നമ്മൾ ഗെറ്റസ് ഫംഗ്ഷൻ്റെ അതേ ഹെഡർ ഫയൽ, അതായത് ഗെറ്റസ് പുട്ടസ് എന്ന് പറയുന്ന ഗെറ്റസ് പുട്ടസ് എന്നീ ഫംഗ്ഷനുകളൊക്കെ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിന് വേണ്ടി സ്ട്രിങ്ങിനെ ഇൻപുട്ടായി എടുക്കാനും സ്ട്രിങ്ങിനെ ഔട്ട്പുട്ടായിട്ട് കാണിക്കാനും C++ തന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷനുകളാണ്. ഇൻപുട്ട് എടുക്കുന്നതിന് വേണ്ടി ഗെറ്റസ് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് കാണിക്കുന്നതിന് വേണ്ടി പുട്സ് എന്ന് പറയുന്ന പുട്ടസ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയും ചെയ്യും. ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും ഹെഡർ ഫയൽ CSTDIO തന്നെയാണ്. അപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ CSTDIO ഇൻക്ലൂഡ് ചെയ്യണം. ഏത് പ്രോഗ്രാമിൽ നിങ്ങൾ ഗെറ്റസും പുട്ടസും ഉപയോഗിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ # CSTDIO എന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷനുകൾ ഗെറ്റസ് പുട്ടസ് എന്നീ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പുട്ടസ് ഫംഗ്ഷൻ്റെ ഒരു Coutന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, സാധാരണ ഔട്ട്പുട്ട് കാണിക്കാൻ Cout എന്ന ഒബ്ജക്റ്റാണ്, അതിൻ്റെ കൂടെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുക. ഫോളോഡ് ബൈ ദി ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് ശേഷം അറയുടെ പേര്, സ്ട്രിങ് ആണ് കാണിക്കേണ്ടതെങ്കിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറയുടെ പേര്, സ്ട്രിങ് സൂക്ഷിച്ചിരിക്കുന്ന അറയുടെ പേര്, അല്ലെങ്കിൽ വാരിയബിൾ ആണെങ്കിൽ ആ വാരിയബിളിൻ്റെ പേര്, ഇങ്ങനെയാണല്ലോ കൊടുക്കുക Cout'ൽ. പക്ഷേ പുട്ടസ് ഫംഗ്ഷനിൽ നേരത്തെ ഗെറ്റസ് ഫംഗ്ഷനെ പോലെ തന്നെ പുട്ടസ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സ്ട്രിങ് ഡാറ്റ ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ദാറ്റ് ഈസ് മോണിറ്റർ. C++ലെ മോണിറ്ററിലെ സ്ക്രീനിൽ ഒരു സ്ട്രിങ് ഡാറ്റ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന Cout'ന് പകരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് പുട്ട്എസ് ഫംഗ്ഷൻ. ഗെറ്റസും സീനിന് പകരം സ്പേസുള്ള സ്ട്രിങ്ങുകൾ റീഡ് ചെയ്യുന്ന സമയത്ത്, സ്പേസുള്ള സ്ട്രിങ്ങുകൾ റീഡ് ചെയ്യുമ്പോൾ സീനിന് പകരം നമുക്ക് ആ സ്ട്രിങ് മുഴുവനായിട്ട് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗെറ്റസ് ഫംഗ്ഷൻ വേണ്ടി വരും. എന്നാൽ ഇവിടെ പുട്ടസ് ഫംഗ്ഷനും Cout'ും തമ്മിലാണ് കമ്പാരിസൺ, താരതമ്യം വരുന്നത്. രണ്ടും ഒരേ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്നുകിൽ Cout ഉപയോഗിച്ച് ഔട്ട്പുട്ട് കാണിക്കാം, ഒരു സ്ട്രിങ്ങിനെ ഔട്ട്പുട്ടായിട്ട് മോണിറ്ററിൽ കാണിക്കാം, അല്ലെങ്കിൽ പുട്ടസിനകത്ത് കാണിക്കേണ്ട സ്ട്രിങ് ഡാറ്റ എന്ത് സ്ട്രിങ് ആണോ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ക്യാരക്ടർ അറയിലുള്ള ഏത് ക്യാരക്ടർ അറയിലുള്ള സ്ട്രിങ് ആണോ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രിങ് ആണോ കാണിക്കുക, അറയുടെ പേരോ അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ഡബിൾ കൊട്ടേഷനകത്തിട്ട് പുട്ടസിനകത്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ വരുന്നൊരു വ്യത്യാസം, Cout'ിൻ്റെ കൂടെ നിങ്ങൾ ഒരു അറേ നെയിം കൊടുക്കുകയാണെങ്കിൽ Cout'ിൻ്റെ കൂടെ ഇവിടെ ആ ഒരു വ്യത്യാസം പറയാം. ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്ന str എന്ന് പറയുന്ന 10 ലെറ്ററുകൾ സ്ട്രിങ്ങുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കും. ഫ്രണ്ട്സ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യും. ഈ അറേ ഫ്രണ്ട്സ് എന്ന സ്ട്രിങ്ങിൽ മൊത്തം 3, 6, 7 /0 ഉൾപ്പെടെ സ്ട്രിങ്ങിൻ്റെ അവസാനം /0 കൂടി ചേർക്കും. അപ്പോൾ 8 ബൈറ്റ് സൈസുള്ള ഒരു അറയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ കൂടുതൽ സൈസ് കൊടുക്കുന്നത് 2 ബൈറ്റ്. ഈ ഫ്രണ്ട്സ് എന്നുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 8 ബൈറ്റ് മതി സ്റ്റോർ ചെയ്യാൻ. 3, 7 + 1 നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ ഈ str-ലേക്ക് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തു. ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്ട്രിങ് ഉപയോഗിച്ച് str എന്ന അറേ ഇനീഷ്യലൈസ് ചെയ്യും. അതായത് സ്ട്രിങ് ഓഫ് 10 എന്ന് പറയുമ്പോൾ 10 ലെറ്ററുള്ള സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന 10 അക്ഷരങ്ങളുള്ള പേരുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് str.
അതിലേക്ക് ഇപ്പോൾ നമ്മൾ 7 അക്ഷരങ്ങളുള്ള ഫ്രണ്ട്സ് എന്ന വാക്ക് അല്ലെങ്കിൽ ആ പേരാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 7 അവസാനത്തെ ഇത്തരം പേരുകൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അറേയിലേക്ക് ഡയറക്റ്റായി സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞു ആ ഈ പേരിൻ്റെ അവസാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടി /0 കൂടി ക്യാരക്ടർ അറേയുടെ അവസാനത്തെ എലമെൻ്റായിട്ട് സീക്വൻസ് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ 8 ബൈറ്റാണ് ഈ സ്ട്രിങ് സൂക്ഷിക്കുന്നതിന് വേണ്ടി സീക്വൻസിൽ ഒരു ക്യാരക്ടർ അറേയുടെ സൈസ് വേണ്ടി വരുന്നത്. നമ്മൾ ഈ STR എന്ന് പറയുന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇനീഷ്യലൈസ് ചെയ്ത ഫ്രണ്ട്സ് എന്ന് പറയുന്ന അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇനീഷ്യലൈസേഷൻ വഴി STR എന്ന് പറയുന്ന അറേയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ആ വാക്കിനെ പുട്ടസ് ഉപയോഗിച്ച് നേരത്തെ സിഔട്ടിൽ ചെയ്ത പോലെ സിഔട്ട് പുട്ടസ് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അതിനുശേഷം വീണ്ടും പുട്ടസ് STR ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഗെറ്റസിൻ്റെ പോലെ തന്നെ പുട്ടസിനും ആർഗ്യുമെൻ്റ് ഉണ്ട്. ഏത് സ്ട്രിങ് ആണോ കാണിക്കേണ്ടത്, സ്ട്രിങ് ഡാറ്റയാണോ കാണിക്കേണ്ടത്, ആ സ്ട്രിങ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ സ്ട്രിങ് കോൺസ്റ്റൻ്റ് സൂക്ഷിച്ചിരിക്കുന്ന അറേ വാല്യൂകളുടെ പേര് ഇതാണ് പുട്ടസിൻ്റെ കൂടെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കും. സോ പുട്ടസ് STR നോക്കൂ, ഇവിടെ STR നോക്കൂ. ഇങ്ങനെ വരുമ്പോൾ ഹലോ കഴിഞ്ഞ് അടുത്ത വരിയിലാണ് STR. ഇതാണ് പുട്ടസും സിഔട്ടും തമ്മിലുള്ള വ്യത്യാസം. ഗെറ്റസും സീയിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. സീയിങ്ങിന് സ്പേസ് വരുന്ന അടുത്ത സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ മുഴുവനായിട്ടും സ്റ്റോർ ചെയ്യാൻ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സ്പേസിന് മുൻപുള്ള സ്ട്രിങ് മാത്രം, സ്പേസിന് ശേഷമുള്ള സ്ട്രിങ്ങിനെ ഒഴിവാക്കി കളയാണ് സീയിങ് ചെയ്യുന്നത്. ഒഴിവാക്കിയിട്ടാണ് സീയിങ് ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരു ഏകദേശം അതുപോലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് പുട്ടസും സിഔട്ടും തമ്മിൽ. സിഔട്ടിൽ നിങ്ങൾ ഇതുപോലെ സിഔട്ട് ഹലോ, സിഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ STR എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ കൊടുത്ത ഈ കാര്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് എന്നത് ഒറ്റ വരിയിൽ കാണിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ പുട്ടസ് ഉപയോഗിച്ച് 2 പുട്ടസ് ഉപയോഗിക്കുക സിഔട്ട് ഹലോ എന്നും വീണ്ടും സിഔട്ട് STR എന്നും സിഔട്ടിൻ്റെ കൂടെ വരുമ്പോൾ ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് STR എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ഹലോ ഫ്രണ്ട്സ് എന്നുള്ള ഒറ്റ വരിയിൽ തന്നെ കാണിക്കും. ഹലോ കഴിഞ്ഞ് സ്പേസ് ടു ഫ്രണ്ട്സ്. എന്നാൽ ഇങ്ങനെ പുട്ടസ് ഉപയോഗിച്ചാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു സ്ട്രിങ്ങിനെ പുട്ടസ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ സ്ട്രിങ് ഒരു പുതിയ വരിയിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സിഔട്ടിൻ്റെ കൂടെ /n ഉപയോഗിക്കുന്ന എഫക്റ്റാണ് കിട്ടുക. ഓക്കെ, നോട്ട് ദാറ്റ് ദ സ്ട്രിങ് ഫ്രണ്ട്സ് ഇൻ ദ ക്യാരക്ടർ അറേ STR10 is displayed in a new line. അതാണ് സിഔട്ടും പുട്ടസ് എന്ന ഫംഗ്ഷനും ഉപയോഗിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം. 2 ഔട്ട്പുട്ട് കാണിക്കാനാണ് ഒരു സ്ട്രിങ്ങിനെ ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിഔട്ട് ഉപയോഗിച്ച് നിങ്ങളൊരു സ്ട്രിങ്ങിനെ 2 സ്ട്രിങ്ങുകളെ ഔട്ട്പുട്ടായിട്ട് കാണിക്കുമ്പോൾ ആദ്യത്തെ സ്ട്രിങ്ങിന് ശേഷം ഓരോ സ്ട്രിങ്ങും ഒരു പുതിയ ലൈനിൽ ഒറ്റ വരിയിൽ തന്നെ കാണിക്കും. എന്നാൽ പുട്ടസ് ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കുമ്പോൾ ആ സ്ട്രിങ് പുതിയൊരു വരിയിലായിരിക്കും എപ്പോഴും കാണിക്കും. ഇതാണ് പുട്ടസും സിഔട്ടും തമ്മിൽ. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. അറേസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും.